എല്ലാവർക്കും നമസ്കാരം. ചാപ്റ്റർ 7 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 7 അതുപോലെ തന്നെ ചാപ്റ്റർ 8 ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൂടി ഫിനിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിത് തേർഡ് പാർട്ടാണ് ഈ വീഡിയോ സീരീസിൽ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സിറ്റിസൺഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഹോൾ ചാപ്റ്റർ ആസ് സച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മെയിൻ ഏരിയാസാണ് നോക്കുന്നത്. അപ്പോൾ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്തിൻ്റെയാണ്? സിറ്റിസൺഷിപ്പിൻ്റെ. ലൈക്ക് എനി അതർ മോഡേൺ സ്റ്റേറ്റ്, ഇന്ത്യ ഹാസ് ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ, സിറ്റിസൺസ് ആൻഡ് ഏലിയൻസ്. സിറ്റിസൺസ് ആർ ഫുൾ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഓ allegiance to it. They enjoy all civil and political rights. Aliens, on the other hand, are the citizens of some other state and hence do not enjoy all the civil and political rights. They are of two categories, friendly aliens or enemy aliens. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സിറ്റിസൺസ്, രണ്ട് ഏലിയൻസ്, ഫോറിനേഴ്സ്, സിറ്റിസൺസ് അല്ലാത്തവർ. ഇതിൽ ഏലിയൻസിൽ തന്നെ രണ്ട് പേരുണ്ട്. എന്താണ്? ഒന്ന് ഫ്രണ്ട്ലി ഏലിയൻസും ഒന്ന് എനിമി ഏലിയൻസും, അതായത് ശത്രുക്കളും. എന്താണത്? ഫ്രണ്ട്ലി ഏലിയൻസ് ആർ ദോസ് സബ്ജക്ട്സ് ഓഫ് ദോസ് കൺട്രീസ് ദാറ്റ് ഹാവ് കോർഡിയൽ റിലേഷൻസ് വിത്ത് ഇന്ത്യ. ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലെ സിറ്റിസൺസ് അല്ലെങ്കിൽ ആൾക്കാരാണ് ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറയുന്നത്. എനിമി ഏലിയൻസ് ഓൺ ദ അതർ ഹാൻഡ് ആർ സബ്ജക്ട്സ് ഓഫ് ദ കൺട്രി ദാറ്റ് ഈസ് അറ്റ് വാർ വിത്ത് ഇന്ത്യ. ഏതെങ്കിലും രീതിയിൽ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അതിലുള്ള സിറ്റിസൺസ് ആണ് എന്ത്? എനിമി ഏലിയൻസ് എന്ന് പറയുന്നത്. ദേ എൻജോയ് ലെസ്സർ റൈറ്റ്സ് ദാൻ ദി ഫ്രണ്ട്ലി ഏലിയൻസ്. അവർക്ക് താരതമ്യേന ഫ്രണ്ട്ലി ഏലിയൻസിനേക്കാളും കുറച്ച് റൈറ്റ്സ് മാത്രമേ, അവകാശങ്ങൾ മാത്രമേ ഇന്ത്യയിൽ കിട്ടുള്ളൂ എന്ന് പറയുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺഫേഴ്സ് ദ ഫോളോയിങ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓൺ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആൻഡ് ഡിനൈസ് ദ സെയിം ടു ഏലിയൻസ്. ഫ്രണ്ട്ലി ഏലിയൻസ് ആവട്ടെ, അതുപോലെ തന്നെ എന്താണ് പറയുക, എനിമി ഏലിയൻസ് ആവട്ടെ, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ചില റൈറ്റ്സ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കാരണം ഇത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് ആർ ദ റൈറ്റ്സ് വിച്ച് ആർ എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ടു ദി സിറ്റിസൺസ് ഓഫ് ദ കൺട്രി? എന്തൊക്കെയാണത്? റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എക്സെപ്ഷനാണ്. എന്താണ് ആർട്ടിക്കിൾ 15? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ്, ഫോറിനേഴ്സിനില്ല. റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിന് ആർക്കേ അവകാശമുള്ളൂ? ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആർക്കേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റെസിഡൻസ് ആൻഡ് പ്രൊഫഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, അതായത് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ റെസിഡൻസിനും പ്രൊഫഷൻ ചൂസ് ചെയ്യാനൊക്കെ ആർക്കേ ഉള്ളൂ? ആർട്ടിക്കിൾ 19 ആർക്കേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിനുള്ളൂ. അതുപോലെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29, 30. പിന്നെ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻസ് ടു ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. വോട്ട് ചെയ്യാൻ ആർക്കേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിനെ റൈറ്റ് ഉള്ളൂ. റൈറ്റ് ടു കോൺടെസ്റ്റ് ഫോർ ദ മെമ്പർഷിപ്പ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതുപോലെ എലിജിബിലിറ്റി ടു ഹോൾഡ് സർട്ടൻ പബ്ലിക് ഓഫീസേഴ്സ്, ദാറ്റ് ഈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അതുപോലെ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ്, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്, അറ്റോർണി ജനറൽസ് ഓഫ് ഇന്ത്യ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽസ് ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിക്കും ആർക്കേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 15, 16, 19, 29 and 30. ഇത് ഓർത്ത് വെക്കണം. 15, 16, 19, 29, 30 ആർക്കേ ഉള്ളൂ? ഈ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഇവിടുത്തെ ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമുക്ക് അറിയാമല്ലോ. ദോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫെഡറൽ ആൻഡ് എൻവിസേജ്ഡ് എ ഡുവൽ പൊളിറ്റി, സെൻട്രലും സ്റ്റേറ്റും എന്ന രീതിയിൽ രണ്ട് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇറ്റ് പ്രൊവൈഡ്സ്, ഇന്ത്യൻ പോളിറ്റി പ്രൊവൈഡ്സ് ഓൺലി ഫോർ എ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് ദ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മറിച്ച് സിറ്റിസൺസ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമുള്ള. അപ്പോൾ അൺലൈക്ക് USA ആൻഡ് ഓസ്ട്രേലിയ, ഈവൻ ദോ ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ. ദേ ഹാവ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ദി കൺട്രി ഇന്ത്യ. ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലേ? പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആർട്ടിക്കിൾ 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ഇതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, നോ പേഴ്സൺ ഷാൽ ബി എ സിറ്റിസൺ of India or be deemed to be a citizen of India if he or she has voluntarily acquired the citizenship of any foreign state.
ഏതെങ്കിലും രീതിയിൽ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് സ്വമേധയാ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസണായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. നോ പേഴ്സൺ ഷാൽ ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇഫ് ഹി ഓർ ഷീ ഹാസ് വോളണ്ടറിലി അക്വയർഡ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് എനി ഫോറിൻ സ്റ്റേറ്റ്. 1. 2. എവറി പേഴ്സൺ ഹൂ ഈസ് or is deemed to be a citizen of India shall continue to be such citizen subject to the provisions of any law made by the parliament. എല്ലാവരും സിറ്റിസനാണ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. എല്ലാം എന്താണ്? പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കും എന്നാണ് പറയുന്നത്. 3ാമത്തെ കാര്യം, പാർലമെൻറ്റ് ഷാൽ ഹാവ് ദ പവർ ടു മേക്ക് എനി പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു ദി acquisition and termination of citizenship and all the other matters relating to citizenship. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാർലമെൻ്റ് ആണ് അൾട്ടിമേറ്റ്ലി എന്ത് തീരുമാനിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ പ്രൊവിഷൻസ്, അതായത് എക്വസിഷനോ ടെർമിനേഷനോ സിറ്റിസൺഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനോ ടെർമിനേറ്റ് ചെയ്യുന്നതിനോ തീരുമാനിക്കുന്ന ബോഡി ഏതാണ്? പാർലമെൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് എന്തുമായി ബന്ധപ്പെട്ട്? സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട്. അടുത്തത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് പ്രൊവിഷൻസ്, അതായത് ആക്സെപ്റ്റ് ചെയ്യലും അതുപോലെ തന്നെ ടെർമിനേഷനൊക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡായി പറയുന്നത് ആക്റ്റാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇതിലൊരു കാര്യമെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സിറ്റിസൺസിനെ അക്വയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നതോ, മറിച്ച് ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിറ്റിസൺഷിപ്പ് ആക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ. ദ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രൊവൈഡ്സ് ഫോർ അക്വിസിഷൻ ആൻഡ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനലി ദ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഓൾസോ പ്രൊവൈഡഡ് ഫോർ കോമൺവെൽത്ത് സിറ്റിസൺഷിപ്പ് ബട്ട് ദ പ്രൊവിഷൻ വാസ് റിപ്പീൽഡ് ബൈ ദി സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2003. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അക്വസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ അക്വസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിലാണോ? അല്ല. എവിടെയാണ്? ആക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. അതിനേക്കാളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു പോവാം. ബൈ ബർത്ത് എങ്ങനെയാണ് അക്വിസിഷൻ, എങ്ങനെയാണ് ഒരു ഫോറിൻ പേഴ്സണലിന് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ആണ് ഒരു ഓപ്ഷൻ. 2 എന്താണ്? ബൈ ഡിസെൻറ്റ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? ബൈ ഡിസെൻറ്റ് എന്താ? എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ ഓർ ആഫ്റ്റർ January 26, 1950 ബട്ട് ബിഫോർ December 10, 1992 ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ ഡിസെൻറ്റ് ഇഫ് ഹിസ് ഓർ ഫാദർ വാസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഓർ ഹെർ ബർത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ്സും നമ്പേഴ്സും ഉണ്ട്. പക്ഷേ ഇതൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക എങ്ങനെയൊക്കെയാണ് എക്വസിഷൻ എന്നുള്ളത്. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് മേ രജിസ്റ്റർ ആസ് സിറ്റിസൺ ഓഫ് India any person not being an illegal migrant if he or she belongs to any of the following categories, namely a person of Indian origin who is ordinary resident in India for 7 years before making an application of registration. 7 വർഷം റെസിഡൻ്റായി നിൽക്കുന്ന ഇന്ത്യൻ ഒറിജിനുള്ള ആൾ, അയാൾക്ക് പറ്റും എന്ന് പറയുന്നു ബൈ രജിസ്ട്രേഷൻ. എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ എനി കൺട്രി ഓർ പ്ലേസ് ഔട്ട്സൈഡ് അൺഡിവൈഡഡ് ഇന്ത്യ. എ പേഴ്സൺ ഹൂ ഈസ് മാരിഡ് ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഈസ് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 7 years ബിഫോർ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. മൈനർ ചിൽഡ്രൻ ഓഫ് പേഴ്സൺസ് ഹൂ ആർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. എ പേഴ്സൺ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഹൂസ് പാരൻസ് ആർ രജിസ്റ്റേർഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. എ പേഴ്സൺ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഹൂ ആർ ഐദർ ഓഫ് ഹിസ് ഓർ ഹെർ പാരൻസ് വാസ് earlier citizen of India and is ordinarily resident in India for 12 months immediately before making an application for registration. A person of full age and capacity who has been registered as an overseas citizen of India, card holder for 5 years and who is ordinarily resident in India for 12 months before making an application for registration. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നോക്കുക. എങ്ങനെയൊക്കെയാണ് അക്വസിഷൻ? ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, പിന്നെ ബൈ നാച്ചുറലൈസേഷൻ, അതുപോലെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഏതെങ്കിലും രീതിയിൽ ഒരു ടെറിട്ടറി ഇന്ത്യൻ യൂണിയന് ഭാഗമാക്കിയാൽ അവർ സ്വാഭാവികമായിട്ട് എന്താവും? സിറ്റിസൺസ് ആവും. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഇഫ് എനി ഓഫ് അവർ ഫോറിൻ ടെറിട്ടറി ബിക്കംസ് എ പാർട്ട് ഓഫ് ഇന്ത്യ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പെസിഫൈസ് the persons who among the people of the territory shall be citizens of India. Such persons become the citizen of India from notified date. For example, the Pondicherry became a part of India. The government of India issued citizenship Pondicherry order 1962 under citizenship 1955. അതിനുശേഷമാണ് എന്താണ് ഈ പ്രിസ്ക്രൈബ് ഡേറ്റ് മുതൽ ഇവർ സിറ്റിസൺസ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടെറിട്ടറി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഫോറിൻ ടെറിട്ടറി ഇന്ത്യയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഗവൺമെൻറ് പറയുന്ന സ്പെസിഫൈ ചെയ്യുന്ന പേഴ്സൺസ് ആ ടെറിട്ടറിയിലെ, അതായത്
ഇപ്പോൾ മുഴുവനായിട്ടോ അല്ലെങ്കിലോ ഒക്കെ, അതായത് ഹൂ എമംഗ് ദ പീപ്പിൾ ഓഫ് ദ ടെറിട്ടറി ഷാൽ ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് ആര് നോട്ടിഫൈ ചെയ്യും? ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും. പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആസ് സിറ്റിസൺഷിപ്പ് ഓഫ് പേഴ്സൺസ് കവേർഡ് ബൈ ആസാം അക്കോർഡ്. ആസാം അക്കോർഡ് 1985 ആണ്, അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആസ് ടു സിറ്റിസൺഷിപ്പ് ഓഫ് പേഴ്സൺസ് മൈഗ്രേറ്റഡ് ഫ്രം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ആ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ദ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ആഡഡ് ദ ഫോളോയിങ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആസ് ടു ദ സിറ്റിസൺഷിപ്പ് ഓഫ് മൈഗ്രൻസ് ബിലോങ്ങിങ് ടു ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ഓർ ക്രിസ്ത്യൻ communities from Afghanistan, Bangladesh or Pakistan who entered into India on or before December 31, 2014 and who have been exempted from adverse penal consequences of the Passport Entry to India Act 1920 and Foreigners Act 1946. അപ്പോൾ ഈ പറയുന്ന ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ഓർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിനെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ എന്താ പറയുക, അവർ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്ത് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്തവർക്ക് December 31, 2014 എന്ന കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് എൻ്റർ ചെയ്തവർക്ക് എന്താണ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിന് സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, എക്വയറിംഗ് ഓഫ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ബൈ ബർത്ത്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു സിറ്റിസൺഷിപ്പ് ഓഫ് പേഴ്സൺസ് കവേർഡ് ബൈ ആസാം അക്കോർഡ്, അതുപോലെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു സിറ്റിസൺഷിപ്പ് ഓഫ് പേഴ്സൺസ് മൈഗ്രേറ്റഡ് ഫ്രം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ. ഇത്രയും കാര്യങ്ങളാണ് എക്വയറിങ്, എങ്ങനെ സിറ്റിസൺഷിപ്പ് നേടാമെന്നുള്ളത്. ഇനി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എങ്ങനെ പോകാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്താണ്? ബൈ റെനൗൺസിയേഷൻ, എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ക്യാൻ മേക്ക് എ ഡിക്ലറേഷൻ റെനൗൺസിങ് ഹിസ് ഓർ ഹർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ ഡിക്ലറേഷൻ ഒരു ഫുൾ അഡൾട്ടിന് ചെയ്യാൻ പറ്റും. അതാണ് റെനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഫർദർ വെൻ എ പേഴ്സൺ റെനൗൺസസ് ഹിസ് ഓർ ഹർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, എവരി മൈനർ ചൈൽഡ് ഓഫ് ദറ്റ് പേഴ്സൺ ആൾസോ ലൂസസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ റിനൗൺസ് ചെയ്യുന്ന സമയത്ത് മൈനറായിട്ടുള്ള അവരുടെ കുട്ടികൾക്കും എന്താണ്, സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യും. However, when such a child attains the age of 18, he or she may within 1 year resume Indian citizenship. അവർക്ക് വേണമെങ്കിൽ അവർക്ക് റെസ്യൂം ചെയ്യാം, കുട്ടികൾക്ക്, മൈനേഴ്സിന്. By termination, when an Indian citizen voluntarily, consciously knowing that without undue influence or compulsion acquires the citizenship of another country, his or her Indian citizenship automatically terminates. This provision, however, does not apply during a war in which India is engaged. അപ്പോൾ when an Indian citizen voluntarily, consciously അദ്ദേഹം തന്നെ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എക്വയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് പോവും. ബൈ ഡിപ്രിവേഷൻ, ഇറ്റ് ഈസ് കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഈഫ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ്. എന്തുകൊണ്ട്, ഏതൊക്കെ റീസൺസ് ആണ് കൊടുത്തിട്ടുണ്ട്? ദ സിറ്റിസൺ ഹാസ് ഒബ്റ്റെയിൻഡ് ദ സിറ്റിസൺഷിപ്പ് by fraud, the citizen has shown disloyalty to the Constitution of India, the citizen has unlawfully traded or communicated with the enemy during a war, the citizen has within 5 years after registration or naturalization being imprisoned in any country for 2 years, and citizen has been ordinarily resident out of India for 7 years continuously. ഇത്രയും കാര്യങ്ങൾ എന്താണ്, ടെർമിനേഷന്, അതായത് ഡിപ്രിവേഷൻ ഉണ്ടാക്കും. അതായത് ഗവൺമെൻറ് നിർബന്ധമായിട്ടും ഇവരുടെ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, പക്ഷേ എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയാസാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഫോർ എക്വയറിങ് സിറ്റിസൺഷിപ്പ് എന്താണ്, ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? എക്വയറിങ് സിറ്റിസൺഷിപ്പ് ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലാണോ പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻസ് ഹൗ, അല്ലെങ്കിൽ 4 മെയിൻ വേസ് അല്ലെങ്കിൽ 5 മെയിൻ വേസ് ഫോർ എക്വയറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് തെറ്റാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിലല്ല പറഞ്ഞിരിക്കുന്നത്. എക്വയറിങ് ഓഫ് സിറ്റിസൺഷിപ്പ് എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതിലാണ്? സിറ്റിസൺഷിപ്പ് ആക്റ്റിലാണല്ലേ. ഏതാണ്? 1955. അത് ഓർത്ത് വെക്കണം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ചെയ്യാൻ പറ്റണം. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വളരെ എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ചാപ്റ്ററിലൊന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. The fundamental rights are enshrined in the part 3 of the Constitution from Article 12 to 35. 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. In this regard, the framers of the Constitution derived inspiration from the Constitution of USA Bill of Rights. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്
ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്? USA-യുടെ ആണ്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇറ്റ് കണ്ടെയ്ൻസ് വെരി ലോങ് ആൻഡ് കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഓഫ് ജസ്റ്റിഷ്യബിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ, അവകാശം ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലീഫ് കിട്ടുന്നതാണ് ഈ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇറ്റ് കണ്ടെയ്ൻസ് വെരി ലോങ് ആൻഡ് കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഓഫ് justiciable fundamental rights. In fact, the fundamental rights in our constitution are more elaborate than those found in the constitution of any other country in the world, including USA. അത്രയും എലാബറേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. The fundamental rights are guaranteed by the constitution to all persons without any discrimination. They uphold the equality of all individuals, dignity of individual, larger public interest and unity of nation. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആദ്യം 7 ആയിരുന്നു, പിന്നെ 6 ആയി അല്ലേ. അപ്പോൾ എന്താണിത്? ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ക്വസ്റ്റൻ എന്തായിരിക്കണം? സെൻറ്റൻസ് ഇത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 7, ഇപ്പോൾ 6 അല്ലേ. ഒറിജിനലി ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 to 24, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 to 28, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് 29 to 30, റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആർട്ടിക്കിൾ 32. However, the right to property was deleted from the list of fundamental rights by the 44th Amendment Act 1978. It is made a legal right under Article 300A in Part 12 of the Constitution. So, the present there is only 6 fundamental rights. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തായി മാറി? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന രീതിയിൽ സീസ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറി അല്ലേ. നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? സം ഓഫ് ദം ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ് വൈൽ അതേഴ്സ് ആർ അവൈലബിൾ ടു ഓൾ പേഴ്സൺസ്. അപ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു, ചിലത് സിറ്റിസൺസിന് മാത്രമുണ്ട്, ചിലത് ഏലിയൻസിന് കൂടി, ഏലിയൻ ആയിട്ടുള്ള സിറ്റിസൺസിന് ഉണ്ട്, അത് ഏലിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ട്ലി ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവർക്ക് ഉള്ളതുണ്ട്. പക്ഷേ സിറ്റിസൺസ് എക്സ്ക്ലൂസീവായിട്ട് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആയിരുന്നു അത്? 15, 16, 19, 29, 30 അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? സിറ്റിസൺസിന് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. എപ്പോഴും സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദം. അതായത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ, അല്ലെങ്കിൽ പബ്ലിക് മൊറൈൽ, അങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റി ഓഫ് ദ കൺട്രി, നാഷണൽ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുൻനിർത്തി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും റൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മുഴുവനായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമല്ല. It has some restrictions. They are not absolute but qualified. The state can impose reasonable restrictions on them. However, whether such restrictions are reasonable or not is to be decided by the courts. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് റീസണബിൾ ആണോ തീരുമാനിക്കുന്നത് കോടതിയാണ്. 3, all of them are available against the arbitrary action of the state. However, some of them are also available against the action of private individuals. സ്റ്റേറ്റ് എന്ന് അതായത് ഗവൺമെൻറ്റിനെതിരെ പോലെയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ക്യാരക്ടറുള്ള അടുത്ത പോയിന്റ് നെഗറ്റീവ് ക്യാരക്ടർ എന്നാണ്. കാരണം എന്താണ്? ഇത് സ്റ്റേറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിന് ഫ്രീഡം കൊടുക്കുമ്പോൾ സ്റ്റേറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ചിലത് പ്രൈവറ്റ് ആക്ഷൻസിന് അഗെയിൻസ്റ്റും, അതായത് ഇൻഡിവിജ്വൽസിൻ്റെ പ്രൈവറ്റ് ആക്ഷൻസിന് അഗെയിൻസ്റ്റും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, സ്റ്റേറ്റിന് ആർബിട്രറി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് എഗെയിൻസ്റ്റ് നമുക്ക് റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. നാലാമത്തെ, സം ഓഫ് ദം ആർ നെഗറ്റീവ് ഇൻ ക്യാരക്ടർ ബിക്കോസ് ദിസ് പ്ലേസ് ലിമിറ്റേഷൻസ് ഓൺ ദ അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് വൈൽ അതേഴ്സ് ആർ പോസിറ്റീവ് ഇൻ നേച്ചർ കൺഫറിങ് സർട്ടൻ പ്രിവിലേജസ് ഓൺ ദി പേഴ്സൺസ്. അപ്പോൾ എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ഇൻ ക്യാരക്ടറാണ്. ചിലത് പോസിറ്റീവായിട്ടും ഉണ്ട്. They are justiciable, allowing persons to move to the court of their enforcement if and when they are violated. ഏതെങ്കിലും രീതിയിൽ ഈ അവകാശം ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയി നമുക്കത് എന്താ പറയുക റിഡീം ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത്. They are defended and guaranteed by the Supreme Court. Hence, aggrieved person can directly go to Supreme Court, not necessary by way of appeal against the judgment of the High Court. അപ്പം ഹെയറാർക്കി ഫോളോ ചെയ്ത് ഹൈക്കോർട്ടിൽ പോകണമെന്നില്ല. എന്താണ്? സുപ്രീം കോർട്ടിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. They are not sacrosanct or permanent. The Parliament can curtail or repeal them, but only by Constitutional Amendment Act and not by any ordinary act. Moreover, this can be done without affecting the basic structure of the Constitution. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം കൂടി പറയുന്നുണ്ട്. They are not sacrosanct എന്ന് പറഞ്ഞു. അതായത് പെർമനൻ്റ് ഇൻ നേച്ചർ അല്ല. അതിനെ ചിലപ്പോൾ കർട്ടെയിൽ ചെയ്യാം, ചിലപ്പോൾ അതിനെ മോഡിഫൈ ഒക്കെ ചെയ്യാം, റിപ്പീൽ ചെയ്യാം, എടുത്ത് മാറ്റാമൊക്കെ അതൊക്കെ ചെയ്യാം. പക്ഷേ എന്താണ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരണം, അല്ലാതെ ആർബിട്രറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതും എന്ത് തന്നെ ആയിരിക്കണം?
കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അതിൻ്റെ കേസ് എന്താണ്? കേശവാനന്ദ ഭാരതി കേസ് 1973 അല്ലേ, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ദേ ക്യാൻ ബി സസ്പെൻഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി എക്സെപ്റ്റ് ദി റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 20 and 21. 20-21 ഒഴികെ ബാക്കി എല്ലാ റൈറ്റ്സും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പ്രകാരം നാഷണൽ എമർജൻസിയിൽ സസ്പെൻഡ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. They can be suspended during the operation of national emergency except the rights guaranteed by 20 and 21. Further, 6 rights guaranteed by Article 19 are automatically suspended only when emergency is declared on the grounds of war or external aggression and not on the ground of armed rebellion. Internal emergencyക്ക് ഈ ആർട്ടിക്കിൾ 19 എന്താ പറയുക റിപ്പീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവും. പിന്നെ ആപ്ലിക്കേഷൻ ടു മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി, അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് ഈ ഫോഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. പോലീസൊക്കെ ആകുമ്പോൾ കുറേയും കൂടി ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ദർ ആപ്ലിക്കേഷൻ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് വൈൽ മാർഷ്യൽ ലോ ഈസ് ഇൻ ഫോഴ്സ്. മാർഷ്യൽ ലോ, മിലിറ്ററി റൂളൊക്കെ ഉള്ള സമയത്ത് എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ ഡയറക്ട്ലി എൻഫോഴ്സിബിൾ, സെൽഫ് എക്സിക്യൂട്ടറി, വൈൽ ഫ്യൂ ഓഫ് ദം ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോ മെയ്ഡ് ഫോർ ഗിവിംഗ് എഫക്ട് ടു ദം. പല ആർട്ടിക്കിൾസും ഉണ്ട്. ആർട്ടിക്കിൾ 35 പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ സെൽഫ് എക്സിക്യൂട്ടറിയാണ്. അത് തന്നെ ഈ എന്താ പറയുക ആർട്ടിക്കിൾസ് തന്നെ എന്താണ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റും റൈറ്റ്സ് എന്ന്. ചിലത് എന്ത് വേണം, ചില പ്രൊവിഷൻസ് എന്ത് വേണം, പാർലമെൻറ്റ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം, പാർലമെൻറ്റ് ലോസ് വഴിയാണ് എന്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോസ്റ്റ് ഓഫ് ദം ആർ ഡയറക്ട്ലി എൻഫോഴ്സിബിൾ, സെൽഫ് എക്സിക്യൂട്ടറി, വൈൽ ഫ്യൂ ഓഫ് ദം ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോ മെയ്ഡ് ഫോർ ഗിവിംഗ് എഫക്ട് ടു ദം. സച്ച് എ ലോ ക്യാൻ ബി മെയ്ഡ് ഓൺലി ബൈ ദ പാർലമെൻറ്റ് ആൻഡ് നോട്ട് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സോ യൂണിഫോമിറ്റി ത്രൂ ഔട്ട് ദ കൺട്രി ഇസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്, മൗലിക അവകാശങ്ങൾക്ക് അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരായിരിക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കരുത്, യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കണം, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കണം. പിന്നെ 12 മുതൽ 35 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 12 ദ ടേം സ്റ്റേറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് കൺസേണിംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഹെൻസ് ആർട്ടിക്കിൾ 12 ഹാസ് ഡിഫൈൻഡ് ദ ടേം ഫോർ ദ പർപ്പസ് ഓഫ് പാർട്ട് 3. എന്താണ് സ്റ്റേറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്. ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്, all local authorities, that is municipalities, panchayats, all the authorities, that is statutory and non-statutory authorities like LIC, ONGC, SAIL, etc. അപ്പോൾ സ്റ്റേറ്റിന് ഒരു വലിയ ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. രാജ്യം എന്നതിന് അല്ലെങ്കിൽ സംസ്ഥാനം എന്നതിനപ്പുറം ഗവൺമെൻറ്, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് സ്റ്റേറ്റ്, ഓൾ ലോക്കൽ അതോറിറ്റീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ട്രസ്റ്റ്, ഡിസ്ട്രിക്റ്റ് ബോർഡ്, ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്, അതുപോലെ തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അതോറിറ്റീസ്, LIC, ONGC, ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വൈഡർ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദ സ്റ്റേറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ എ വൈഡർ സെൻസ് so as to include all the agencies. It is the actions of these agencies that can be challenged in the courts as violating of the fundamental rights. According to Supreme Court, even a private body or an agency working as an instrument of state falls within the meaning of the state under 12. ഗവൺമെൻറ് ബോഡി ആയിരിക്കണമെന്നോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കണമെന്നോ ഇല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട്, ഈവൻ എ പ്രൈവറ്റ് ബോഡി ഓർ ഏജൻസി വർക്കിംഗ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഫോൾസ് വിത്തിൻ ദ മീനിങ് ഓഫ് ദി സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12. പിന്നെ 13 ഇമ്പോർട്ടൻ്റ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്ത്, എക്സ്പ്ലിസിറ്റ് അല്ലാതെ, തുറന്ന് പറയാതെ, എന്താ പറയുക, ഇൻഡയറക്റ്റ്ലി പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 declares that all the laws that are inconsistent with or in derogation of any of the fundamental rights shall be void. ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസോ ലോസോ, അതായത് ലോസ് എസ്പെഷ്യലി പാർലമെൻ്ററി ലോസ് എന്തായിരിക്കും? ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് അത് ഇൻ ലൈനായിട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓർ ഇൻ ഡെറഗേഷൻ ഓഫ് എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഷാൽ ബി വോയിഡ്. അത് നിലനിൽക്കുന്നതായിരിക്കില്ല. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് എക്സ്പ്രസീവ്ലി പ്രൊവൈഡ്സ് ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ദിസ് പവർ ഹാസ് ബീൻ കൺഫേർഡ് ഓൺ സുപ്രീം കോർട്ട് ഓൺ ആർട്ടിക്കിൾ 32 ആൻഡ് ഹൈ കോർട്ട്സ് ഓൺ 226 and can declare a law unconstitutional, invalid on the ground of contravention of any of the fundamental rights. ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുകയാണെങ്കിൽ ആ നിയമം എന്താവില്ല, പ്രാബല്യത്തിലുണ്ടാവില്ല എന്ന് കോടതികൾ ഉറപ്പാക്കും. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ദ ടേം ലോ ഇൻ ദ ആർട്ടിക്കിൾ 13 has been given a wide connotation so as to include the following: permanent laws by the parliament, temporary laws, ordinances, അങ്ങനെ പല കാര്യങ്ങളും ഈ പറയുന്ന ആർട്ടിക്കിൾ 13 ലോസ്, ഇൻകൺസിസ്റ്റൻസ് എന്ന് പറയുന്ന ലോസിൽ
പെടും. ഏതെങ്കിലും ഒരു ലോ ഇൻകൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. ഫർദർ ആർട്ടിക്കിൾ 13 ഡിക്ലൈസ് ദാറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇസ് നോട്ട് എ ലോ ആൻഡ് കനോട്ട് ബി ചലഞ്ച്. ഹൗവർ ഇൻ സുപ്രീം കോർട്ട് ഹെൽഡ് ഇൻ കേശവാനന്ദ ഭാരതി കേസ് 1973 that a constitutional amendment can be challenged on the ground that it violates a fundamental right that forms a part of the basic structure of the constitution, hence can be declared void. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും എന്ത് ചെയ്യാം? നൾ ആൻഡ് വോയിഡ് ആണെന്ന് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 14 says that the state shall not deny to any person equality before law ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. എല്ലാവരും ഒരുപോലെ നിയമം വഴി ഒരുപോലെ കാണുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ദ ഫസ്റ്റ് കോൺസെപ്റ്റ് കനോട്ട്സ് ദ ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ്. ഒരാൾക്കും ഒരു പുതിയ സ്പെഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഫേവറോ അതുപോലെ തന്നെ പ്രിവിലേജസോ ഇല്ല. ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ പേഴ്സൺസ് ഇൻ ടു ദ ഓർഡിനറി ലോ. എല്ലാവരും ഒരുപോലെ നിയമത്തിന് വിധേയരാക്കുക. നോ പേഴ്സൺ വെദർ റിച്ച് ഓർ പുവർ, ഹൈ ഓർ ലോ, ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ ഈസ് അബവ് ദ ലോ. നിയമത്തിന് മുകളിലല്ല എന്നുള്ള കാര്യം. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി അല്ലേ, റൈറ്റ് ടു ഈക്വാലിറ്റി. എക്സെപ്ഷൻസ് ഓഫ് ഈക്വാലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴൊക്കെയാണ് ഈ ഈക്വാലിറ്റീന് എക്സെപ്ഷൻസ് വരിക? ഇതിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണർ ഓഫ് സ്റ്റേറ്റ് എൻജോയ്സ് ഫോളോയിങ് ഇമ്മ്യൂണിറ്റീസ്. ആർട്ടിക്കിൾ 361 പ്രകാരം ചില കാര്യങ്ങൾക്ക് പ്രസിഡന്റ് ഓഫ് ദ കൺട്രിക്കോ അതുപോലെ തന്നെ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റിനും എക്സെപ്ഷൻസ് ഉണ്ട്. ദ പ്രസിഡന്റ് ഓഫ് ദ ഗവർണർ ഈസ് നോട്ട് ആൻസറബിൾ ടു എനി കൺട്രി ഫോർ ദ എക്സൈസ് the president or the governor is not answerable to any court for the exercise and performance of the powers and duties of his or her office. അപ്പം കോർട്ടിന് ആൻസറബിൾ അല്ല എന്ന് പറയുന്നു ആര്? പ്രസിഡൻറ്റും സ്റ്റേറ്റിൻ്റെ ഗവർണറും. നോ ക്രിമിനൽ പ്രൊസീഡിംഗ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അഗേൻസ്റ്റ് ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ഇൻ കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ഓർ എ ടേം ഓഫ് ഓഫീസ്. അതായത് ഓഫീസിലിരിക്കുക അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് മൂവ് ചെയ്യാൻ പറ്റില്ല. നോ പ്രോസസ് ഫോർ ദ അറസ്റ്റ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ഷാൽ ബി ഇഷ്യൂഡ് ഫ്രം എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ഓർ ഹെർ ടേം ഓഫ് ഓഫീസ്. ഈ പറയുന്ന അറസ്റ്റോ ഇംപ്രിസൺമെൻറ്റോ ആയിട്ടുള്ള ഓർഡറുകളൊന്നും ആ പൊസിഷനിലിരിക്കാൻ പറ്റില്ല. നോ സിവിൽ പ്രൊസീഡിങ്സ് അഗേൻസ്റ്റ് ദ പ്രസിഡന്റ് ഓഫ് ദ ഗവർണർ ഓർ ദ ഗവർണർ ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഡ്യൂറിംഗ് ഹിസ് ഓർ ഹെർ ടേം ഓഫ് ഓഫീസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ആക്ട് ഡൺ ബൈ ഹിം in his personal capacity, whether before or after she entered upon her office, until the expiration of 2 months next after notice has been delivered to the concerned person. അതായത് ഈ പറയുന്ന പ്രസിഡന്റിനോ ഗവർണറിനോ 2 മാസത്തെ നോട്ടീസ് എക്സ്പയർ ചെയ്ത ശേഷം മാത്രമേ സിവിൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. പിന്നെ നോ പേഴ്സൺ ഷാൽ ബി ലയബിൾ ടു എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻ എനി കോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ പബ്ലിക്കേഷൻ ഇൻ ന്യൂസ് പേപ്പർ ഓഫ് എ സബ്സ്റ്റാൻഷ്യലി ട്രൂ റിപ്പോർട്ട് ഓഫ് എനി പ്രൊസീഡിങ്സ് of either house of the parliament or either house of the legislature of the state. ഏതെങ്കിലും ആൾക്കാർ ഈ പറയുന്ന സബ്സ്റ്റാൻഷ്യലി ശരിയായിരിക്കുന്ന ട്രൂ ആയിരിക്കുന്ന റിപ്പോർട്ട് ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊസീഡിങ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് ഈ പറയുന്ന സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻവൈറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് ഷാൽ ബി ലയബിൾ ടു എനി പ്രൊസീഡിങ്സ് ഇൻ എനി കോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനിത്തിങ് സെഡ് ഓർ എനി വോട്ട് ഗിവൺ ബൈ ഹിം ഇൻ പാർലമെൻറ്റ്. ഏതെങ്കിലും രീതിയിൽ വോട്ട് ചെയ്യുകയോ പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ക്രിമിനൽ പ്രൊസീഡിങ്സിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സിന് ഇൻവൈറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. നോ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഷാൽ ബി ലയബിൾ ടു എനി പ്രൊസീഡിങ്സ് ഇൻ എനി കോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനിത്തിങ് സെഡ് ഓർ വോട്ട് ഗിവൺ ബൈ ഹിം. അതായത് അതേപോലെ തന്നെ സെൻട്രലിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറയുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലയബിലിറ്റി ഇല്ല. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ്. ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത് Article 15 provides that the state shall not discriminate against any citizen on grounds of religion. On grounds only of religion, race, caste, sex or place of birth. The two crucial words in this provision are discrimination and only. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ബേസിസിൽ മാത്രം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല എന്നാണ്. ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. The two crucial words are discrimination and only. എന്താ കാരണം? The word discrimination means to make an adverse distinction with regard to or to distinguish unfavorably from others. അതായത് ഒരു പ്രത്യേക തരം പ്രിവിലേജ് മറ്റൊരാൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാതിരിക്കുക, അതാണല്ലോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. The use of the word only connotes that discrimination on the other grounds is not prohibited. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ മാത്രം ചില ബേസിക് പാരാമീറ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളിൽ മാത്രം എന്ത് കാണിക്കാൻ പറ്റില്ല? ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞില്ലേ. അതായത് മറ്റ് കാര്യങ്ങളിൽ കാണിക്കാം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അടുത്തത് equality of opportunity in public employment. Article 16 provides for equality of opportunity for all citizens in matters of employment or appointment to any office under the state. No citizen can be discriminated against or be ineligible for any employment or office under the state on grounds of only religion, race, caste, sex, descent, place of birth or residence. ഇപ്പോൾ പാർലമെൻ്റ് ആണ് തീരുമാനിക്കുന്നത്. പാർലമെൻറ്റ് ക്യാൻ പ്രിസ്ക്രൈബ് റെസിഡൻസ് ആസ് എ കണ്ടീഷൻ ഫോർ സർട്ടൻ എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ്. ചില കാര്യത്തിൽ ജനറൽ എക്സെപ്ഷനാണിത്. അതായത് പാർലമെൻറ്റ് ക്യാൻ പ്രിസ്ക്രൈബ് റെസിഡൻസ് ആസ് എ കണ്ടീഷൻ ഫോർ സർട്ടൻ എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി ഓർ അതർ അതോറിറ്റി. അതായത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ, പാർലമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന എന്താ പറയുക, റെസിഡൻസ്, പ്ലേസ് ഓഫ് റെസിഡൻസ് ഒരു ക്രൈറ്റീരിയ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ടോ ചില എംപ്ലോയ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റിക്ക് എന്താ പറയുക, എക്സെപ്ഷനായിട്ട് ചെയ്യാമെന്ന് പറയുന്നു. അടുത്തത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 17 abolishes untouchability and forbids its practice in any form. The enforcement of any disability arising out of untouchability shall be in an offence punishable in accordance with law. അപ്പോൾ ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. In 1976, the Untouchability Offences Act 1955 has been comprehensively amended and renamed as the Protection of Civil Rights Act 1955. 1976 എന്ത് ചെയ്തു? 1955 അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ്ലി അമെൻഡ് ചെയ്തു, മോഡിഫൈ ചെയ്തു ആൻഡ് റീനെയിംഡ് ആസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. അപ്പോൾ 1955 അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് അമെൻഡ് ചെയ്ത പുതിയ പേരെന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. ടു എൻലാർജ് ദ സ്കോപ്പ് ആൻഡ് മേക്ക് പീനൽ പ്രൊവിഷൻസ് മോർ സ്ട്രിഞ്ചൻറ്റ്. കുറേ കൂടി ശിക്ഷയൊക്കെ കുറേ കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പീനൽ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമെൻഡ് ചെയ്തു. The term untouchability has not been defined either in the constitution or in the act. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തത്. ഇപ്പോൾ ചിലപ്പോൾ പറയും സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ചോദിക്കും, ഇല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന മാർഷ്യൽ ലോ അല്ലെങ്കിൽ മിലിറ്ററി റൂൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. അതുപോലെ അൺടച്ചബിലിറ്റി ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നില്ല. The term untouchability has not been defined either in constitution or in the act. അടുത്തത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. ആർട്ടിക്കിൾ 18 abolishes titles and makes 4 provisions in this regard. It prohibits the state from conferring any title except a military or academic distinction on anybody whether a citizen or foreigner. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ടൈറ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാം, രാജ അങ്ങനെയുള്ളൊരു ടൈറ്റിൽ കൊടുക്കാൻ അൺലെസ് ആൻഡ് അൺടിൽ അതൊരു മിലിറ്ററി അല്ലെങ്കിൽ അക്കാഡമിക് ടൈറ്റിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതോ മിലിറ്ററി ടൈറ്റിലോ അല്ലെങ്കിൽ പറ്റില്ല. ഇറ്റ് പ്രൊഹിബിറ്റ്സ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫ്രം ആക്സെപ്റ്റിംഗ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. പുറത്തുനിന്നൊരു രാജ്യത്തു നിന്നൊരു ടൈറ്റിൽ ആക്സെപ്റ്റ് ചെയ്യാനും സമ്മതിക്കുന്നില്ല. എ ഫോറിനർ ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് കനോട്ട് ആക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ് വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്. ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസിലിരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു പുറം രാജ്യത്തു നിന്നുള്ള ടൈറ്റിൽ സ്വീകരിക്കാൻ പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടെ പറ്റില്ല, അനുമതി ഇല്ലാതെ പറ്റില്ല. നോ സിറ്റിസൺ ഓർ ഫോറിനർ ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ഈസ് ടു ആക്സെപ്റ്റ് എനി പ്രസൻറ്റ് എമ്യൂൾമെൻറ്റ് ഓർ ഓഫീസ് ഫ്രം ഓർ അണ്ടർ എനി ഫോറിൻ സ്റ്റേറ്റ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്. ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സിറ്റിസൺ, സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ നിൽക്കുന്ന അണ്ടർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സിറ്റിസൺ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും ഈ പറഞ്ഞ പ്രസൻറ്റോ എമ്യൂൾമെൻറ്റ്സോ പൈസയോ ഒന്നും പ്രസിഡൻറ്റിൻ്റെ അറിവോടുകൂടെ അല്ലാതെ വാങ്ങാൻ പറ്റില്ല എന്ന് പറയും. From the above, it is clear that the hereditary titles of nobility like Maharaja, Raj Bahadur, Rai Sahib, Diwan Bahadur, etc., which were conferred by the colonial states are banned by Article 18. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഇങ്ങനത്തെ ടൈറ്റിൽസ് ഒക്കെ ആർട്ടിക്കിൾ 18 പ്രകാരം അബോളിഷൻ ഓഫ് ടൈറ്റിൽസിൽ ഇതൊക്കെ അബോളിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ്. ആർട്ടിക്കിൾ 19 guarantees to all citizens the 6 rights. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതൗട്ട് ആംസ്, റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല.
ഇതിന് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് എപ്പോഴും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് എംപ്ലൈസ് ദാറ്റ് എവറി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു എക്സ്പ്രസ് ഹിസ് ഓർ വ്യൂസ്, ഒപ്പീനിയൻ, ബിലീഫ് ആൻഡ് കൺവിക്ഷൻസ് ഫ്രീലി ബൈ വേർഡ് ഓർ മൗത്ത്, റൈറ്റിംഗ്, പ്രിൻറ്റിംഗ്, പിക്ചറിങ് ഓർ ഇൻ എനി അതർ മാനർ. ഏതെങ്കിലും രീതിയിൽ ഒരാൾക്കൊരു അഭിപ്രായം വളരെ എന്താ പറയുക, അദ്ദേഹത്തിന് എല്ലാ റൈറ്റും ഉണ്ട്. വളരെ എലാബറേറ്റ് ആയിട്ട് അദ്ദേഹത്തിനത് പിക്ചർ വൈസോ പെയിൻറ്റിങ് വൈസോ റിട്ടേൺ ഫോമിലോ ഓറലിയൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളത് നല്ലതാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് വൺസ് വ്യൂസ്, ഒരാളുടെ ഒപ്പീനിയൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീഡം ഓഫ് പ്രസ്, ഫ്രീഡം ഓഫ് കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ്, റൈറ്റ് അഗേൻസ്റ്റ് ടാപ്പിംഗ് ഓഫ് ടെലിഫോണിക് കൺവെർസേഷൻ, റൈറ്റ് ടു ടെലികാസ്റ്റ്, ദാറ്റ് ഇസ് ഗവൺമെൻറ് ഹാസ് നോ മോണോപോളി ഇൻ ഇലക്ട്രോണിക് മീഡിയ, റൈറ്റ് അഗേൻസ്റ്റ് ബന്ദ് കോൾഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി, റൈറ്റ് ടു നോ അബൌട്ട് ഗവൺമെൻറ് ആക്ടിവിറ്റീസ്, ഫ്രീഡം ഓഫ് സൈലൻസ്, റൈറ്റ് അഗേൻസ്റ്റ് ദി ഇമ്പോസിഷൻ ഓഫ് പ്രീ സെൻസർഷിപ്പ് ഓൺ എ ന്യൂസ് പേപ്പർ, റൈറ്റ് ടു ഡെമോൺസ്ട്രേഷൻ ഓർ പിക്കറ്റിംഗ് ബട്ട് നോട്ട് റൈറ്റ് ടു സ്ട്രൈക്ക്. റൈറ്റ് ടു സ്ട്രൈക്ക് എന്തല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, നോക്കണം. റൈറ്റ് ടു ഡെമോൺസ്ട്രേഷൻ ഓർ പിക്കറ്റിംഗ് ബട്ട് നോട്ട് റൈറ്റ് ടു സ്ട്രൈക്ക്. റൈറ്റ് ടു ഫ്ലൈ ദ നാഷണൽ ഫ്ലാഗ്, റൈറ്റ് ടു വോട്ടേഴ്സ് ടു നോ ദ ആൻറ്റിസിഡൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റിംഗ് ഇൻ ദ ഇലക്ഷൻസ്, റൈറ്റ് ടു ചൂസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ദ സ്റ്റേജ് ഓഫ് പ്രൈമറി സ്കൂൾ, റൈറ്റ് ടു എക്സ്പ്രസ് ജെൻഡർ ഐഡൻറ്റിറ്റി, റൈറ്റ് ടു റിപ്ലൈ, റൈറ്റ് ടു ആൻസർ ദ ക്രിറ്റിസിസം, റൈറ്റ് ടു പോസ്റ്റ് ഇൻഫർമേഷൻ ഓർ വീഡിയോസ് ഓൺ ദ ഇൻ്റർനെറ്റ് ഓർ സോഷ്യൽ മീഡിയ, റൈറ്റ് ടു ഫിലിം മേക്കേഴ്സ് ടു എക്സിബിറ്റ് ദർ ഫിലിംസ്, റൈറ്റ് ടു ആക്സസ് ടു ദി ഇൻ്റർനെറ്റ്, റൈറ്റ് ടു ആക്സസ് ടു ഇൻഫർമേഷൻ via the internet. State can impose reasonable restrictions on the exercise of freedom of speech and expression on the grounds of sovereignty and integrity of India, security of state, friendly relations with foreign states, public order, decency or morality, contempt of court, defamation and incitement to an offense. അപ്പോൾ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനൊരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്കിത് ഒരുപാട് റൈറ്റ്സ്, ഇങ്ങനെ റൈറ്റ് ടു പോസ്റ്റ് ഇൻഫർമേഷൻ, റൈറ്റ് ടു ഫിലിം മേക്കേഴ്സ് ടു എക്സിബിറ്റ്, റൈറ്റ് ടു എന്താ പറയുക, റൈറ്റ് അഗേൻസ്റ്റ് ടാപ്പിംഗ് ഫോൺ, റൈറ്റ് അഗേൻസ്റ്റ് ബന്ദ്, ഇത്രയൊക്കെ പറഞ്ഞാലും നമുക്കെന്താണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്നത് എന്താണ്? ഏതൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദ എക്സസൈസ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് സോവറിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഏതെങ്കിലും രീതിയിൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന റൈറ്റ്സ് കർബ് ചെയ്യപ്പെടാം. ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, അത് ഹനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കാം. പബ്ലിക് ഓർഡർ, ഡീസൻസി ഓർ മൊറാലിറ്റി, ഗ്രൗണ്ട്സ് ഓൺ സോവറിറ്റി ഓഫ് ഇന്ത്യ, ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. പിന്നെ എന്താണ്? ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫമേഷൻ, ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്താണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സാക്രോസാൻഡ് എന്ന് പറഞ്ഞില്ലേ, പെർമനൻ്റ് അല്ല, മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് ക്വാളിഫൈഡ് എന്ന് പറയുന്നത് അല്ലേ. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇത് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അവൈലബിൾ അല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തത് ഫ്രീഡം ഓഫ് അസംബ്ലി ഉണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനും എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഫ്രീഡം എൻറ്റൈറ്റിൽസ് എവറി സിറ്റിസൺസ് ടു മൂവ് ഫ്രീലി വിത്തൗട്ട് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ദ കൺട്രി. ഹി ഓർ ഷീ ക്യാൻ മൂവ് ഫ്രീലി ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഓർ ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനുള്ളിൽ നമുക്ക് പോകാം, രാജ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്താ ഇതിലൊരു എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതിനും റെസ്ട്രിക്ഷൻ ഉണ്ട്, ഈ മൂവ്മെൻറ്റിനും. അതെന്താ? ദ ഗ്രൗണ്ട്സ് ഓഫ് ഇമ്പോസിങ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദിസ് ഫ്രീഡം ആർ ടു, നെയിംലി ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഇൻട്രസ്റ്റ് രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ജനറൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് കാത്തുരക്ഷിക്കാനൊക്കെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ദ എൻട്രി ഓഫ് ഔട്ട്സൈഡേഴ്സ് ഇൻ ട്രൈബൽ ഏരിയാസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു പ്രൊട്ടക്ട് ദ ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ, ലാംഗ്വേജ്, കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ടു സേഫ് ഗാർഡ് ദർ ട്രഡീഷണൽ വൊക്കേഷണൽ പ്രോപ്പർട്ടീസ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻട്രി ഓഫ് ഔട്ട്സൈഡേഴ്സ്, ട്രൈബൽ ഏരിയാസിൽ പൊതുവെ പുറത്തുനിന്നുള്ള ആൾക്കാർ എന്താ പറയുക എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യും. എന്തിനാണ്? ഈ പറയുന്ന അവരുടെ ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ നശിക്കപ്പെടുന്നതിന് ഇപ്പോൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ മറ്റ് എന്താ പറയുക ഇൻഡിജീനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാനൊക്കെ എന്താണ് പുറത്തുനിന്നുള്ള ആൾക്കാരെ ഈ ട്രൈബ്സിന് അവരുടെ കൾച്ചറുമൊക്കെ ബന്ധപ്പെട്ട് അധികം ഡിസ്ട്രക്ഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാം എന്ന് പറയുന്നു. സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് public health and in the interest of public morals. The Bombay High Court validated the restrictions on the movement of persons affected by AIDS. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും എന്താണ് റെസ്ട്രിക്ഷൻസ്, റൈറ്റ്സ് ഉണ്ടെങ്കിലും എന്താണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്
കൊണ്ടുവരാം സ്റ്റേറ്റിന്. പിന്നെ ഫ്രീഡം ഓഫ് റെസിഡൻസ് ഉണ്ട്. ഫ്രീഡം ഓഫ് എവിടെ വേണമെങ്കിലും താമസിക്കാം, എവിടെ വേണമെങ്കിൽ ഏത് രാജ്യത്തിലെ ഏത് ഭാഗത്തും റിസൈഡ് ചെയ്യാം എന്നുള്ള റൈറ്റാണ് ഫ്രീഡം ഓഫ് റെസിഡൻസ്. പക്ഷേ എന്താണിത്? ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദ എക്സസൈസ് ഓഫ് ദ റൈറ്റ് ഓൺ 2 grounds, നേംലി ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. റൈറ്റ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ ട്രൈബൽ ഏരിയസ് ഈസ് റെസ്ട്രിക്റ്റഡ്. അതായത് ഈ ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ ഈ എന്താ പറയുക, പല സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരെ, അപ്പോൾ ചില സ്ഥലങ്ങളിൽ സർട്ടൻ ഏരിയാസിൽ ചിലരെ ബാൻ ചെയ്യും. ഇപ്പോൾ ഈ ഹാബിച്വൽ ഒഫൻഡേഴ്സ്, എപ്പോൾ സ്ഥിരമായി കുറ്റം ചെയ്യുന്നവരെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷെഡ്യൂൾ ട്രൈബ് ഏരിയാസിൽ അവരുടെ എന്താ പറയുക ഒരു കൾച്ചറും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറും അതുപോലെ തന്നെ ഓട്ടോണമിയൊക്കെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ റിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ തടയാനോ അതിന് റെസ്ട്രിക്ഷൻസ്. അടുത്ത ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. Conviction for offences. Article 20 grants protection against arbitrary and excessive punishment to an accused person, whether citizen or foreigner or legal person like company or corporation. It contains 3 provisions. ആർക്കൊക്കെയാണ് ഇത് അവൈൽ ചെയ്യാൻ പറ്റുന്നത്? ഈ പ്രൊട്ടക്ഷൻ ഉള്ളത് സിറ്റിസൺ ഉണ്ട്, അതുപോലെ തന്നെ ഫോറിനറിനുണ്ട്, അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സൺ ലൈക്ക് എ കമ്പനി ഓർ കോർപ്പറേഷൻ. ഇത്രയും ആൾക്കാർക്ക് ഇന്ന് ബാധകമാണ്. നോ എക്സ്പോസ് ഫാക്ടോ ലോ. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഫോർ ആൻ ഒഫൻസ് എക്സെപ്റ്റ് ഫോർ വയലേഷൻ ഓഫ് എ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദാറ്റ് ടൈം ഓഫ് ദ കമ്മീഷൻ ഓഫ് ദി ആക്ട്. ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് ഏത് നിയമമാണ് ബാധകം? പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സമയത്തുള്ള പണിഷ്മെൻറ്റ്, ആ കുറ്റം ചെയ്യുന്ന സമയത്തെ നിയമം ഏതാണോ പ്രാബല്യത്തിലുള്ള നിയമം, ആ പറയുന്ന പണിഷ്മെൻറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പണ്ട് ചെയ്തൊരു കുറ്റത്തിന് ഇപ്പോഴത്തെ നിയമം വെച്ച് നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോ ഡബിൾ ജിയോപാഡി. എന്താ പറഞ്ഞത്? നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ട് ആൻഡ് പണിഷ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരേ കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എൻ ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. കുറ്റം ചെയ്ത ആൾ തന്നെ വിറ്റ്നസ് ആവാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. എൻ എക്സ്പോസ് ഫാക്ടോ ലോ ഈസ് വൺ ദാറ്റ് ഇമ്പോസസ് പെനാൽറ്റീസ് റിട്രോസ്പെക്റ്റീവ്ലി, ദാറ്റ് ഈസ് അപ്പോൺ acts already done or which increases the penalties for such acts. The enactment of such law is prohibited by the provisions of Article 20. ഇപ്പോഴുള്ള നിയമം വെച്ച് മാത്രം പണിഷ്മെൻറ്റ് തീരുമാനിക്കുക. അതല്ലാതെ മുമ്പ് ചെയ്തൊരു കുറ്റത്തിന് ഇപ്പോഴത്തെ നിയമം വെച്ച് കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. However, this limitation is imposed only on criminal laws and not on civil laws. അപ്പോൾ നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്ന ഈ പ്രൊവിഷൻ എന്തിനു മാത്രമേ ബാധകമുള്ളൂ? ക്രിമിനൽ കേസിന് മാത്രമേ ബാധകമുള്ളൂ. സിവിൽ കേസിന് എന്താണ്? റിട്രോസ്പെക്റ്റീവ് ആക്കാം എന്നാണ് പറയുന്നത്. However, the limitation is imposed only on criminal laws, not on civil laws or tax laws. In other words, a civil liability or a tax can be imposed retrospectively. Further, this provision prohibits only conviction or sentence under an ex post facto criminal law and not on trial thereof. Finally, the protection immunity under this provision cannot be claimed in case of preventive detection or demanding security from a person. Protection against double jeopardy is available only in proceedings before the court or judicial tribunal. In other words, it is not available in proceedings before department or administrative authority. ഇപ്പോൾ ഞാനിത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. സിംപ്ലി ഒരു ലോജിക്കൽ കാര്യമാണ്. അതായത് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതിന് ഇപ്പോൾ നിയമം വരികയാണ്. അതായത് ക്രിക്കറ്റ് കളിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് 500 രൂപ കളിച്ചാൽ ഫൈനാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഫൈൻ ചെയ്യപ്പെടാം അല്ലേ? അതല്ലാതെ പണ്ട് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്നതിന്, സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്തല്ലോ അല്ലേ? അപ്പോൾ സച്ചിന് ഒരു 500 rupees ഫൈൻ കൊടുക്കാൻ പറ്റില്ല. കാരണം സച്ചിൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നിയമം ഉണ്ടായിരുന്നില്ല. അതല്ലേ എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞു. എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവായിട്ട് പറ്റില്ല. പക്ഷേ അതെന്താണ്? ക്രിമിനൽ കേസസ് ആണ്. ഇത് വെറുതെ അറിയാൻ വേണ്ടി പറയുന്നതാണ്. 2 ഡബിൾ ജെപ്പോർഡി എന്ന് പറഞ്ഞു. അതായത് ഒരു കുറ്റത്തിന് ഒരു പണിഷ്മെൻറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ പണിഷ്മെൻറ്റ്സ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്താ കാര്യം? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതായത് നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരേ കുറ്റത്തിന്, സെയിം കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ പണിഷ്മെൻറ്റ് പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കോടതിക്ക് മാത്രം, കോർട്ട് ഓർ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന് മാത്രമേ അത് ബാധകമുള്ളൂ. അതായത് ഒരു കുറ്റത്തിന് 5 വർഷം ശിക്ഷിച്ചു, അതിന് ശേഷം ഒരു പണിഷ്മെൻറ്റ് കിട്ടിയല്ലോ, 5 years ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നൊരു പണിഷ്മെൻറ്റാണ്. ശരിക്കും ഇദ്ദേഹത്തിന് അതേ പാടുള്ളൂ. പക്ഷേ ഇദ്ദേഹം വർക്ക് ചെയ്യാണ്, ഇയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇയാൾക്ക് സസ്പെൻഷൻ കൊടുത്തു. അതും ആക്ച്വലി പണിഷ്മെൻ്റ് അല്ലേ? അല്ലെങ്കിൽ അയാൾ ടെർമിനേറ്റ് ചെയ്തു.
അപ്പോൾ ഇത് 2 പണിഷ്മെൻ്റായി. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്ന ഈ നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന് മാത്രമാണ് ഇത് ബാധകം, അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീഡിങ്സിനല്ല. വേണമെങ്കിൽ 5 വർഷം ശിക്ഷിക്കപ്പെട്ട ഇയാളെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുക. അയാൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പുറത്താക്കുക. അത് ഇതുമായി ബന്ധപ്പെട്ട് വരില്ല എന്നാണ് എക്സെപ്ഷൻ പറയുന്നത്. മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അറിയാം. ആർട്ടിക്കിൾ 21 ഡിക്ലൈൻസ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓർ ഹിസ് ഓർ ഹർ ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഒരു നിയമം പ്രകാരം അല്ലാതെ ഈ പറയുന്ന നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടിക്കൊന്നും ഒരു തരത്തിലും എന്താ പറയുക, അത് വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു. അൺലെസ് ആൻഡ് അണ്ടിൽ ബൈ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയും. Supreme Court has reaffirmed its judgment in Menega case. In the subsequent case, it has declared the following as അല്ലെങ്കിൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്തൊക്കെ റൈറ്റ്സ് വരും എന്നുള്ളത് വളരെ എലാബറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പല വിധികൾ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 21 ഇത്ര എലാബറേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് വന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ ഈ റൈറ്റ് ടു ഇപ്പോൾ പ്രൈവസി ഏത് ആർട്ടിക്കിളിലാണ് ബിലോങ് ചെയ്യുന്നത് വളരെയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ആർട്ടിക്കിൾ 21 എലാബറേറ്റ് ആയിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് ടു ഡീസൻറ്റ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് പൊല്യൂഷൻ, ഫ്രീ വാട്ടർ ആൻഡ് എയർ ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹസാർഡിയസ് ഇൻഡസ്ട്രീസ്, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു 14 years of age, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് അഗെയിൻസ്റ്റ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, റൈറ്റ് ടു സ്പീഡി ട്രയൽ, റൈറ്റ് അഗെയിൻസ്റ്റ് ഹാൻഡ് കഫിംഗ്, right against inhuman treatment, right against delayed execution, right to travel abroad, right against bonded labor, right against custodial harassment, right to emergency medical aid, right to timely medical treatment in government hospital, right not to be driven out of a state, right to fair trial, right of prisoner to have necessities of life, right of woman to be treated with decency and dignity, right against public hanging, right to road in hilly areas road പോലും റൈറ്റ് ആണ്, right to information, right to reputation, right of appeal from a judgment of conviction, right to family pension, right to social economics justice and empowerment, right against bar fetters, right to appropriate life insurance policy, right to sleep, right to freedom from noise pollution, right to sustainable development, right to opportunity, right to decent burial or cremation, right to marry a person of one choice, right to die with dignity, passive euthanasia എന്നാണ് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി പറഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് കേസസ് റിലേറ്റഡ് ടു എക്സ്പാൻഷൻ ഓഫ് സ്കോപ്പ്, അത് ഈ പറഞ്ഞ ഒരുപാട് കേസസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട. റൈറ്റ് ടു ആർട്ടിക്കിൾ 20 റൈറ്റ് ടു ലൈഫ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കേസസിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ആയി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റൈറ്റ് ടു ട്രാവൽ വിത്തിൻ ദ കൺട്രി, ഇന്ത്യയിൽ ഉള്ളിൽ ട്രാവൽ ചെയ്യാനാണെങ്കിൽ ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ട്രാവൽ എബ്രോഡിൽ ട്രാവൽ ചെയ്തുമായി ബന്ധപ്പെട്ട റൈറ്റാണ് 21 കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 22 ഗ്രാൻസ് പ്രൊട്ടക്ഷൻ ടു എ പേഴ്സൺ ഹു ആർ അറസ്റ്റഡ് ഓർ ഡിനൈഡ് ഡിറ്റക്ഷൻ ഓഫ് 2 types, നെയിംലി പ്യൂണിറ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ്. പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞാൽ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രിവെൻറ്റീവായി ഡിറ്റൻഷൻ വെക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. റൈറ്റ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആർട്ടിക്കിൾ 22 കൺഫേഴ്സ് ദ ഫോളോയിങ് റൈറ്റ്സ്. റൈറ്റ് ടു ബി ഇൻഫോംഡ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അറിയിക്കൽ. റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ടു ബി ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ, അതായത് ഒരു വക്കീലിനെ വെച്ച് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള റൈറ്റ്. റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours എക്സ്ക്ലൂഡിംഗ് ദ ജേർണി ടൈം ഒഴികെ ബാക്കി 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിനെ മുമ്പിൽ ഹാജരാക്കില്ല. അതുപോലെ റൈറ്റ് ടു ബി റിലീസ് ആഫ്റ്റർ 24 hours അൺലെസ് ദ മജിസ്ട്രേറ്റ് അതോറൈസസ് ഫർദർ ഡിറ്റൻഷൻ. മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യാതെ 24 മണിക്കൂർ ചെയ്തില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ റിലീസ് ചെയ്യാനുള്ള അധികാരങ്ങൾ. ഇതൊക്കെയാണ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഉള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. എന്തൊക്കെയാണത്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ. ആർട്ടിക്കിൾ 23 പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്, ബേഗർ, ഫോഴ്സ് ലേബർ ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് labor. Any contravention of this provision shall be an offence punishable in the accordance with the law. The expression traffic in human beings include selling and buying of men, women, children like goods.
ഗുഡ്സ് പോലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്, ബൈ ചെയ്യുന്നത് ഈ പറയുന്ന റൈറ്റ്സിനെ വയലേറ്റീവാണ്. അതുപോലെ തന്നെ അത് പണിഷബിളാണ്. ഇമ്മോറൽ ട്രാഫിക് ഇൻ വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻക്ലൂഡിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ദേവദാസീസ് ആൻഡ് സ്ലേവറി, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ വന്നിരിക്കുന്നത്. ഇതൊന്നും ഒരു കാരണവശാലും എന്താ പറയുക ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതാണ് ഈ ആർട്ടിക്കിൾ. ടു പണിഷ് ദീസ് ആക്ട്സ് ദ പാർലമെൻറ്റ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് ദി ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലത് പറഞ്ഞു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് പറഞ്ഞു. സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല, സെൽഫ് എക്സിക്യൂട്ടറി ആണ്. അതായത് അത് തന്നെ മതി ആ കാര്യം നേടിയെടുക്കാൻ. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൈറ്റ് നമ്മുടെ അല്ലെങ്കിൽ നമുക്കത് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് അത് തന്നെ ആ ആർട്ടിക്കിൾ തന്നെ മതി. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 23 എക്സ്പ്ലോയിറ്റേഷനെതിരാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടി എന്താണ് പാർലമെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ആർട്ടിക്കിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു ലോ. അപ്പോൾ സെൽഫ് എക്സിക്യൂട്ടറി അല്ലാത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെയാണ് നടപ്പിലാക്കുക? എനാക്ട്മെൻറ്റ് ഓഫ് എ ലോ ബൈ ദി പാർലമെൻറ്റ് ഒരു നിയമം എനാക്ട് ചെയ്തിട്ടാണ് നടപ്പിലാക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 24 പ്രൊഹിബിറ്റ്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 years ഇൻ എനി ഫാക്ടറി, മൈൻ ഓർ അതർ ഹസാർഡിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് ഓർ റെയിൽവേ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഇൻ എനി ഹാംലെസ് ഓർ ഇന്നസെൻറ്റ് വർക്ക്. അവർക്ക് ഹാംലെസ് ആയിട്ടുള്ള ജോലികൾ കുഴപ്പമില്ല, പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഹാംഫുൾ ആണെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഹസാർഡിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ, ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ? ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽ ടു ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ആർക്ക് വേണമെങ്കിലും ഏത് റിലീജിയൻ ഫോളോ ചെയ്യുകയോ പ്രൊപ്പഗേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള റൈറ്റാണ് ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അപ്പോൾ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റിക്കോ റിലീജിയന് വേണ്ടിയിട്ടോ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഉണ്ടെന്നുള്ള ആർട്ടിക്കിൾ 26 പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് റിലീജിയൻ. ഏതെങ്കിലും രീതിയിൽ ഒരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനോ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 27 lays down that no person shall be compelled to pay any tax for the promotion or maintenance of any particular religion or religious denomination. In other words, state should not spend the public money collected by way of tax for the promotion or maintenance of any particular religion. This provision prohibits the state from favoring, patronizing and supporting one religion over the other. അടുത്തത് അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. ആർട്ടിക്കിൾ 22 പറഞ്ഞിരിക്കുന്നത് നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾലി മെയിൻറ്റെയിൻഡ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട്സ്. സ്റ്റേറ്റ് ഫണ്ടിങ്ങുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്ത് പാടില്ല? റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഒരു റിലീജിയസ് ഇൻസ്ട്രക്ഷനും റിലീജിയസ് ആയിട്ടുള്ള ഏത് മതത്തിൻ്റെയും ഇൻസ്ട്രക്ഷൻസ്, അതായത് ഈ പറഞ്ഞ പോലെ പിന്നെ ഏത് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ടെക്സ്റ്റോ സ്ക്രിപ്റ്റോ ഒന്നും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ കൊടുക്കാൻ പാടില്ല. എവിടെ? സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. ആർട്ടിക്കിൾ 29 പ്രൊവൈഡ്സ് ദാറ്റ് എനി സെക്ഷൻ ഓഫ് ദി സിറ്റിസൺ റിസൈഡിംഗ് ഇൻ എനി പാർട്ട് ഓഫ് ദ ഇന്ത്യ ഹാവിംഗ് എ ഡിസ്റ്റിങ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം. ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കൾച്ചറോ ലാംഗ്വേജോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയുന്നു. റൈറ്റ് ടു മൈനോറിറ്റീസ് എസ്റ്റാബ്ലിഷിംഗ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൈനോറിറ്റീസിന് എന്താ പറയുക റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റാണ് ആർട്ടിക്കിൾ 30. അത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. എ മിയർ ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മീനിങ്ലെസ്, യൂസ്ലെസ് ആൻഡ് വർത്ത്ലെസ് വിത്തൗട്ട് പ്രൊവൈഡിങ് ആൻ എഫക്റ്റീവ് മെഷീനറി ഫോർ ദർ എൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എല്ലാ റൈറ്റ്സും ഉണ്ട്, പക്ഷേ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് നമുക്ക് പ്രൊസീജിയർ വൈസ് അറിയില്ലെങ്കിൽ എന്ത് പറ്റും? ഈ റൈറ്റ്സ് വെറും ഡിക്ലറേഷനായി പോകും. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്റാണ്. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അല്ലേ. Fundamental rights, that is why Dr. Ambedkar called Article 32 as the most important article of the Constitution, an article without which the Constitution would be nullity. It is very soul of the Constitution and very heart of it. Heart and soul of the Constitution എന്ന് പറയുന്നത് അല്ലേ.
ദ റൈറ്റ് ടു മൂവ് ടു സുപ്രീം കോർട്ട് ബൈ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇസ് ഗ്യാരണ്ടീഡ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടു സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 32ൻ്റെ പ്രത്യേകത. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന റിറ്റ്സ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് ദ ഹൈക്കോർട്ട്സ് അണ്ടർ 226 ഹാവ് ദ റൈറ്റ് ടു ഇഷ്യൂ റിറ്റ്സ് ഓഫ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർച്ച്വറി, കോവാറണ്ട്. അപ്പോൾ റിറ്റ്സ് പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. റിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് നേരിട്ട് സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതിയെ മൂവ് ചെയ്യാനുള്ളതാണ് റിറ്റ്സ്. അപ്പോൾ റിറ്റ്സ് രണ്ട് രീതിയിലാണ്. ആർട്ടിക്കിൾ 32 പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് റിറ്റ്സ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ്. ആർട്ടിക്കിൾ 226 പറഞ്ഞിരിക്കുന്നത് റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോടതിയാണ്, ഹൈക്കോർട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുക, വേറെ ഒരു കോടതിക്കും പറ്റില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദീസ് റിറ്റ്സ് ആർ ബോറോഡ് ഫ്രം ഇംഗ്ലീഷ് ലോ വെയർ ദേ ആർ നോൺ ആസ് പ്രൊറഗേറ്റീവ് റിറ്റ്സ്. ദേ ആർ ആൾസോ called in England as they were issued in the exercise of the prerogative of the king, who was still described as the fountain of justice. അപ്പോൾ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സുപ്രീം കോടതിക്ക് എപ്പോഴാണ് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ റിറ്റ്സ് ഓൺലി ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ മാത്രമാണ് സുപ്രീം കോടതിക്ക് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഹൈക്കോടതിക്ക് കുറച്ചുകൂടെ കൂടുതൽ സ്കോപ്പ് ഉണ്ട്. Whereas High Court can issue writs not only for the enforcement of the fundamental rights but also for any other purpose. വേറെ ഏതെങ്കിലും പർപ്പസിനും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കേസ് അല്ലാത്ത കേസുകൾക്കും എന്താണ് റിറ്റ്സ് വേണമെങ്കിൽ പുറപ്പെടുവിപ്പിക്കുക. The Supreme Court can also issue writs against a person or government throughout the territory of India, whereas High Court can issue writs against a person residing or against a government of authority located with his territorial jurisdiction. അപ്പോൾ എന്താണ് സുപ്രീം കോടതിക്ക് എന്താണ്? ഒരു രാജ്യത്തിലെ ആർക്കെതിരെയോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയോ എന്താ റിറ്റ് ജൂറിസ്ഡിക്ഷൻ എൻഫോഴ്സ് ചെയ്യിപ്പിക്കും. മറ്റേതെന്താണ്? ഹൈക്കോടതിക്ക് അവരുടെ ടെറിട്ടോറി ജൂറിസ്ഡിക്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ എന്ത് തന്നെ വേണം? ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്താണ്? കൂടുതലല്ലേ, സ്കോപ്പ് കൂടുതലല്ലേ. ദസ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് റിറ്റ്സ് ഇസ് വൈഡർ ദാൻ ദ ഹൈക്കോർട്ട്. കാരണം എന്താണ്? ഹൈക്കോടതിക്ക് ഒരു ജില്ല, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ കേരള ഹൈക്കോർട്ടിന് ഈ പറഞ്ഞ റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ സുപ്രീം കോടതിക്ക് എന്താണ്? ഹോൾ ഇന്ത്യ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്റ്റെൻഡ് കൂടുതലല്ലേ, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി റിറ്റ്സ് നോക്കാം. ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് ലിറ്ററലി മീൻസ് ടു ഹാവ് ദ ബോഡി ഓഫ്. In an order issued by the court to a person who has detained another person to produce the body of the latter before it. The court that examines the cause and legality of detention, it would be set the detained person free if the detention is found to be illegal. ഏതെങ്കിലും രീതിയിൽ ഒരാളെ മറ്റൊരാൾ എന്താ പറയുക തട്ടിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ ചെയ്യുന്ന സമയത്ത് അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിറ്റാണ് എന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ദ റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ക്യാൻ ബി ഇഷ്യൂഡ് അഗേൻസ്റ്റ് ബോത്ത് പബ്ലിക് അതോറിറ്റീസ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ദ റിറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് നോട്ട് ഇഷ്യൂഡ് വെയർ ഡിറ്റൻഷൻ ഈസ് ലോഫുൾ. ഒരു കോടതിയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയൊക്കെ നിയമപരമായിട്ടുള്ള, അതായത് അതിനൊരു സാങ്ഷൻ ഉള്ള സാധനമാണെങ്കിൽ ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് വർക്ക് ചെയ്യില്ല. പ്രൊസീഡിങ്സ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേച്ചർ ഓഫ് എ കോർട്ട് ഡിറ്റൻഷൻ ഈസ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട്. അതായത് ഒരു ഹൈക്കോടതി പറഞ്ഞിട്ട് തന്നെയാണ് അയാളെ തടവിൽ വെച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഇതിന് പറ്റില്ല. അതായത് ഹേബിയസ് കോർപ്പസ് വഴി അയാളെ ഫ്രീ ചെയ്യാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ പറ്റില്ല. കാരണം എന്താണ്? നിയമപരമായി തന്നെയാണ് അദ്ദേഹത്തെ അന്യായമായിട്ട് തടങ്കിൽ വെച്ചതല്ല, നിയമപരമായിട്ട് തന്നെ ഈ പറയുന്ന ഡിറ്റൻഷനിൽ വെച്ച ആളെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സെപ്ഷൻ ഉണ്ട്. അതല്ലാതെ അന്യായമായിട്ട് തടവിൽ വെക്കുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആളെ ഇവിടെ ഈ പറഞ്ഞ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്ന റിറ്റാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. മാൻഡമസ്, it is literally means that we command. It is a command issued by the court to a public official asking him or her to perform his or her official duties. എന്തുകൊണ്ട് അയാൾ ഫെയിൽ ചെയ്തതോ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്തതോ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തുകൊണ്ട് എന്താ പറയുക പെർഫോം ചെയ്യുന്നില്ല, അതുകൊണ്ട് പബ്ലിക് ഒഫീഷ്യൽ എന്തുകൊണ്ട് ഡ്യൂട്ടി പെർഫോം ചെയ്യണം എന്ന് പറയുന്ന കമാൻഡ് കോർട്ട് പുറപ്പെടുവിക്കുന്നതാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഇറ്റ് ലിറ്ററലി മീൻസ് വി കമാൻഡ്. ഇറ്റ് ഇസ് എ കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എ പബ്ലിക് ഒഫീഷ്യൽ ആസ്കിങ് ഹിം ഓർ ടു പെർഫോം ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആൻഡ് വിച്ച് ഹി ഹാസ് ഫെയിൽഡ് ഓർ റെഫ്യൂസ് ടു പെർഫോം. അദ്ദേഹം മടിച്ചതോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതോ ആയിട്ടുള്ളൊരു ഡ്യൂട്ടി, പബ്ലിക് ഒഫീഷ്യൽ ചെയ്യാതിരിക്കുന്നൊരു ഡ്യൂട്ടി
ചെയ്യണമെന്ന് പറയുന്ന കമാൻഡാണ് എന്താണ് ഈ പറയുന്ന മാൻഡമസ് എന്ന് പറയുന്നത്. അടുത്തത് സെർച്യൂറാറി. സെർച്യൂറാറി എന്താണ്? ഇറ്റ് ലിറ്ററൽ സെൻസ് മീൻസ് ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട്, എ ലോ കോർട്ട് ഓർ ട്രിബ്യൂണൽ ടു ക്വാഷ് ദ ഓർഡർ പാസ്ഡ് ബൈ ദ ലേറ്റർ ഇൻ കേസ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് excess of jurisdiction or lack of jurisdiction. Thus, this writ of prohibition, the writ of certiorari is also a jurisdictional prohibition. നമ്മൾ പറഞ്ഞില്ലല്ലേ. However, they are issued at different stages of proceedings before a law court or tribunal. The prohibition is issued before the final order is passed for stopping the further continuance of the proceedings, whereas the certiorari is issued after the final order is passed for quashing the same. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെർച്യൂറാറി എന്ന് പറയുന്നത് ഒരു കോർട്ട് പ്രൊസീഡിങ്സിൻ്റെ അവസാനം കഴിഞ്ഞതിന് ശേഷം ആണ് എന്താ പറയുക ഈ പറയുന്ന സെർച്യൂറാറി എന്ന് പറയുന്ന റിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താഴെ മുകളിലുള്ള കോടതികൾ, ഇപ്പോൾ ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ടിനോടോ അങ്ങനെ താഴെ കോടതികളിലോ ട്രിബ്യൂണലിൽ ജുറിസ്ഡിക്ഷന് താഴെയുള്ള, അതായത് ഹൈക്കോടതിൻ്റെ താഴെയുള്ള ഒരു കോർട്ടിനോട് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ജുറിസ്ഡിക്ഷൻ എക്സസ് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകേപ്പബിൾ ആയിട്ട് ഒരു ജുറിസ്ഡിക്ഷനിൽ നിങ്ങൾ തീരുമാനം എടുത്തെങ്കിൽ അത് ഒഴിവാക്കിയിട്ട്, അതായത് നിങ്ങളുടെ ജുറിസ്ഡിക്ഷൻ പരിധിയിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ആ ഓർഡർ ക്വാഷ് ചെയ്യുന്നതാണ് സെർച്യൂറാറി. പ്രൊഹിബിഷൻ ആണെങ്കിൽ എന്താണ്? ഇറ്റ് ടു ഫോർബിഡ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഹയർ കോർട്ട് ടു എ ലോ കോർട്ട് ഓർ ട്രിബ്യൂണൽ ടു പ്രിവെന്റ് ദ ലേറ്റർ ഫ്രം എക്സീഡിംഗ് ഇസ് ജുറിസ്ഡിക്ഷൻ. Thus, unlike mandamus, the directs activity, the prohibition directs inactivity. The writ of prohibition can be issued only against judicial or quasi-judicial authorities. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഹിബിഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു കോടതി പ്രൊസീഡിംഗ് നടക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന താഴത്തെ കോടതിയെ മുകളിലത്തെ കോടതി സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയാണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അൺലൈക്ക് മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ് എന്ന് പറയുന്നതാണ് അല്ലേ. ഒരു പബ്ലിക് ഒഫീഷ്യലിന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് മാൻഡമസ് എങ്കിൽ, അതൊരു ആക്ടിവിറ്റിയെ പ്രോബ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇതെന്താ? ഇനാക്ടിവിറ്റിയെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യമാണ് പ്രൊഹിബിഷൻ. സെർച്യൂറാറി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മുകളിലത്തെ കോടതി താഴത്തെ കോടതി ഫൈനൽ കംപ്ലീഷൻ ഓഫ് പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പരിപാടി നിങ്ങളുടെ എക്സസ് ജൂറിസ്ഡിക്ഷൻ, നിങ്ങളെ ജൂറിസ്ഡിക്ഷന് പുറത്താണെന്ന് പറഞ്ഞിട്ട് ക്വാഷ് ചെയ്യുന്ന, നള്ളിഫൈ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? സെർച്യൂറാറി എന്ന് പറയുന്നത്. ലൈക്ക് പ്രൊഹിബിഷൻ, സെർച്യൂറാറി ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി അഗേൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് എന്ന് പറയുന്നു. ക്യൂ വാറണ്ടോ അടുത്ത റിറ്റാണ്. ക്യൂ വാറണ്ട് എന്താണ്? ഇൻ ദ ലിറ്ററൽ സെൻസ് ഇറ്റ് മീൻസ് ബൈ വാട്ട് അതോറിറ്റി ഓർ വാറണ്ട്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എൻക്വയർ ഇൻ ടു ദ ലീഗാലിറ്റി ഓഫ് എ ക്ലെയിം ഓഫ് എ പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ്. ഒരു പബ്ലിക് ഓഫീസിലെ അധികാരി എന്ത് അതോറിറ്റിയിലാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നതാണ് എന്ത്? ക്യൂ വാറണ്ടോ എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഇല്ലീഗൽ അസർപ്പേഷൻ ഓഫ് പബ്ലിക് ഓഫീസ് ബൈ എ പേഴ്സൺ. ഏതെങ്കിലും രീതിയിൽ അന്യായമായിട്ടാണ് ഒരാൾ ഒരു പബ്ലിക് ഓഫീസിൽ, ഗവൺമെൻറ് ഓഫീസിൽ ഇരിക്കുന്നതെങ്കിൽ, ആ പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ എന്ത് അതോറിറ്റിയിലാണ് എന്ന് ചോദിക്കുന്നതാണ് ക്യൂ വാറണ്ടോ. ഇത്രയുമാണ് റിറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് റിറ്റ്സ്. നമ്മൾ ആംഡ് ഫോഴ്സും മാർഷ്യൽ ലോ ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആംഡ് ഫോഴ്സസിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ മാർഷ്യൽ ലോ വന്നു കഴിഞ്ഞാലും, മിലിറ്ററി അതുപോലെ മാർഷ്യൽ ലോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോഴ്സിന് പൊതുവേ റെസ്ട്രിക്റ്റഡ് ആണ് എന്നറിയാമല്ലോ. പിന്നെ എഫക്റ്റിംഗ് സർട്ടൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 35 lays down the power to making laws to give effect to certain specified fundamental rights shall vest only with parliament. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആർട്ടിക്കിൾ 35 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എന്താ പറയുക പ്രൊവിഷൻസ് കൊടുക്കുന്ന നിയമങ്ങൾ ആരുണ്ടാക്കും? സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം അത് ഇന്ത്യയിൽ മുഴുവൻ ത്രൂ ഔട്ടായിട്ട് യൂണിഫോം ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, അതിപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് മാത്രമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ആർട്ടിക്കിൾ 44 ആണ് ഇതിനെ മാറ്റിയത്. ആദ്യം ഒറിജിനലി ഇൻ ദ അഡോപ്ഷൻ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉള്ളൂ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നൗ എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300 അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് എക്സെപ്ഷൻസ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. സേവിങ് ലോസ് ഫോർ ഗിവിങ് എഫക്റ്റ് ടു സർട്ടൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ചില സമയത്ത് ഇമ്പോർട്ടൻസ് കുറഞ്ഞ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻസ് കൂടുന്നതാണിത്. ആർട്ടിക്കിൾ 31C ഇൻസർട്ടഡ് ബൈ 25th അമെൻമെൻറ്റ് കണ്ടെയ്ൻസ് ഫോളോയിങ് 2 പ്രൊവിഷൻസ്. എന്തൊക്കെയാണ്? നോ ലോ ദാറ്റ് സീക്സ് ടു ഇംപ്ലിമെൻറ്റ് ദ സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഷാൽ ബി വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കോൺട്രവെൻഷൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പഠിക്കും.
ആ സമയത്ത് പറഞ്ഞാൽ മതിയോ ഇത് DPSP എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടും ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസാണ്. അപ്പോൾ സൊസൈറ്റി ആസ് എ ഹോൾ എന്ന രീതിയിൽ എന്താ പറയുക എയിം ചെയ്തുകൊണ്ടിരുന്ന പ്രൊവിഷൻസ് ഇൻഡിവിജ്വൽസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടു എന്ന രീതിയിൽ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കോമൺ സൊസൈറ്റൽ ഗുഡ് അല്ലെങ്കിൽ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്താണ് അതിന് പ്രൈമസി ഉണ്ട് എന്ന് പറയുന്ന കാര്യമാണിത്. നോ ലോ ദാറ്റ് സീക്സ് ടു ഇംപ്ലിമെൻറ്റ് ദ സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്പെസിഫൈഡ് ഇൻ ആർട്ടിക്കിൾ 39 ഷാൽ ബി വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കോൺട്രവെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൺഫേർഡ് ബൈ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നു. അതുപോലെ നോ ലോ കണ്ടെയ്നിങ് ദ ഡിക്ലറേഷൻ ദാറ്റ് ഈസ് ഗിവിംഗ് എഫക്ട് ടു സച്ച് പോളിസി ഷാൽ ബി ക്വസ്റ്റ്യൻഡ് ഇൻ എനി കോർട്ട്. ഈ കോടതിയിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ജുഡീഷ്യൽ റിവ്യൂ വെച്ച് ഇത് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സും കൂടെ പറയുമ്പോൾ പറയാം. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എന്താണ് എക്സസീവ് ലിമിറ്റേഷൻ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ക്രിറ്റിസിസം ആയിട്ട് നോ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് എന്ന്. അതുപോലെ നോ ക്ലാരിറ്റി, ചിലതൊക്കെ വേഗാണ്. കാരണം ദേ ആർ സ്റ്റേറ്റഡ് ഇൻ വേഗ്, ഇൻഡെഫിനിറ്റ് ആൻഡ് ആംബിഗ്വസ് മാനർ. സംശയാസ്പദമായിട്ടാണ് ചിലത് പറഞ്ഞിരിക്കുന്നത്, അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത്. ദ വേരിയസ് ഫ്രേസസ് ആൻഡ് വേർഡ്സ് യൂസ്ഡ് ഇൻ ചാപ്റ്റർ ലൈക്ക് പബ്ലിക് ഓർഡർ, മൈനോറിറ്റീസ്, റീസണബിൾ റെസ്ട്രിക്ഷൻ, പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് സോ ഓൺ ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അതായത് നിങ്ങളുടെ റൈറ്റ്സ് പബ്ലിക് ഓർഡറിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 9 ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ആർട്ടിക്കിൾ 19 എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ കൊണ്ട് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ എന്താണ് ഈ പബ്ലിക് ഓർഡർ എന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഏത് രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു അറിയില്ലല്ലോ. അപ്പോൾ ചില വാക്കുകൾ ക്ലാരിറ്റി ഇല്ലാതെ വേഗമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പറയുന്നു. പിന്നെ നോ പെർമനൻസി, ഇത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എനാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അമെൻമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എടുത്ത് കളയാമെന്ന് പറയുന്നു. ബേസിക് ഫോം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ബേസിക് സ്ട്രക്ചർ അവിടെ നിലനിർത്തണമെങ്കിൽ പോലും ഇത് പെർമനൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സസ്പെൻഷൻ ഡ്യൂറിങ് എമർജൻസി ഉള്ള സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ റെമഡി എക്സ്പെൻസീവാണ്. കാരണം ഈ പറഞ്ഞ സുപ്രീം കോടതി പോലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർട്ട് സർവീസ് അവൈൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ, ജുഡീഷ്യറിയെ അപ്രോച്ച് ചെയ്യലൊക്കെ ചില സമയത്ത് കോമൺ മാനിന് ഭയങ്കര എക്സ്പെൻസീവായി തോന്നാം അല്ലെങ്കിൽ എക്സ്പെൻസീവായി അനുഭവപ്പെടാം. പിന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അങ്ങനെയുള്ള, അതായത് കുറച്ചും കൂടെ ഒരുപാട് പ്രിമിറ്റീവായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ മുൻകൂറായിട്ട് തടങ്കിൽ വെക്കുകയല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്റ്റേറ്റിന് ആർബിട്രറി പവേഴ്സ് എന്ന് പറയില്ല, അതായത് സ്റ്റേറ്റിന് കുറച്ചും കൂടെ കൂടുതൽ പവേഴ്സ് ഉപയോഗിക്കാൻ പറ്റും, ഒരു സയൻറ്റിഫിക് ലോജിക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പ്രിമിറ്റീവായിട്ട് കാണപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനൊക്കെ. അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി നമുക്ക് നിർത്താം. സിഗ്നിഫിക്കൻസ് എന്താണ്? ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബെഡ് റോക്ക് ഓഫ് ഡെമോക്രസി. അതുപോലെ തന്നെ ദേ പ്രൊവൈഡ് നെസസറി കണ്ടീഷൻസ് ഫോർ മെറ്റീരിയൽ ആൻഡ് മോറൽ പ്രൊട്ടക്ഷൻ. ദേ ഹാവ് സർവ് ആസ് എ ഫോർമിഡബിൾ ബുൾവർക്ക് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി. ദേ ഫെസിലിറ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് ലോ. They protect interest of minorities and weaker sections. They strengthen the secular fabric of the country. They check absoluteness of the authority of the government. They lay down the foundation stone of social equality and social justice. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ആർട്ടിക്കിൾസ് നോക്കണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് നോക്കണം, അതുപോലെ ചില ആർട്ടിക്കിൾസിൻ്റെ എലാബറേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും നോക്കണം. അപ്പം ഇത് ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും ക്രിസ്പായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുക. DPSP മുതൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാനുണ്ട്. ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇതിൽ നിർത്തുന്നത്. അപ്പോൾ സിറ്റിസൺഷിപ്പും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. പാർട്ട് 3 ആണ് ഈ വീഡിയോയുടെ പാർട്ട് 3 ആണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.